പക്ഷേ ഇവർക്ക് പുനരധിവാസം ഈ പറയുന്ന സ്ഥലത്ത് പറ്റുമോ എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായി ഉരുൾപൊട്ടലിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു വലിയ പഠനമൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം രണ്ട് പ്രളയങ്ങൾ അതിജീവിച്ചപ്പോൾ അതുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതുകയാണ്. വാസ്തവത്തിൽ ഈ വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കേരളത്തെ മാറ്റിമറിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ അയക്കണോ എന്ന് തീരുമാനിക്കുന്നത് അലേർട്ടുകൾ, റെഡ് അലേർട്ടാണോ ഓറഞ്ച് അലേർട്ടാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ തരത്തിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ കഴിഞ്ഞ ഒന്നര വർഷത്തെ നമ്മുടെ പത്രപ്രവർത്തനത്തിലൊക്കെ നിശബ്ദമായി കടന്നു വന്നിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. 2 വർഷമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ ജേർണലിസത്തിൻ്റെയും നമ്മുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുടെ ഒരു വലിയ സമയം അപഹരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ മേൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതുപോലെ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി വരുന്ന വാർത്തയില്ലാത്ത ഒരു ദിവസം പോലുമില്ല. മണ്ണിടിച്ചിൽ, അതിതീവ്ര മഴ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒട്ടും കാണാൻ കഴിയാത്ത വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു. അങ്ങനെ വെതർ ചേഞ്ച് കാര്യമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം കേരളത്തെ ഭീകരമായി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക. നമ്മളറിയാതെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കാലാവസ്ഥയുടെ ഭീതിയിൽ ജീവിക്കുന്ന ഒരു ജനതയായിട്ട് കേരളം മാറിയിരിക്കുകയാണ്, ആഗോളപരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചുകളുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം ഇന്ന് ഇവിടെ സംഭവിക്കാം, നാളെ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ പെട്ടിമുടി കഴിഞ്ഞ് നമ്മളിങ്ങനെ പേടിച്ചിരിക്കുക. നമ്മളൊക്കെ ഈ മഴ പെയ്യുമ്പം പേടിക്കുന്നത് ഇടുക്കിയും മൂന്നാറും ഒക്കെ ഇങ്ങനെ നേരത്തെ തന്നെ ആളെ അവിടെ കയറ്റിവിട്ട് അവിടെ നമ്മളിങ്ങനെ ഏത് സമയത്ത് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഏത് സമയത്തും കേരളത്തിൽ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പം ഈ വെതർ ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസരിച്ച് ഈ അലേർട്ടുകൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ജനതയെ രക്ഷിക്കാൻ പറ്റും. ഇപ്പം എന്നെ ഇന്ന് ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്ത ശ്രീഹരി എന്ന് പറഞ്ഞ ആ പയ്യൻ പറഞ്ഞാണ്. കാരണം അവർ ക്യാമ്പിലേക്കൊക്കെ മാറണമെന്ന് കരുതി ഉരുൾപെട്ടു എന്ന് എന്തായാലും ഉറപ്പായി എന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് സംഭവിച്ചത്? ആ പുഴയിലെ വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകി, അപ്പം മേളിൽ ഉരുൾ പൊട്ടി. അപ്പം ഞങ്ങൾ ക്യാമ്പിലേക്കൊക്കെ പോകാനായിട്ട് സാധനമൊക്കെ എടുത്തു വെച്ചാണ്. പക്ഷേ അവർക്കത് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ എവിടെയോ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു. കാരണം ഉരുളുപൊട്ടി പുഴയിലെ വെള്ളം ഒഴുകുമ്പോൾ എന്തായാലും അത്രയും വെള്ളം ഒഴുകുമ്പോൾ അവിടെ ഉരുളുപൊട്ടിയെന്ന് ഉറപ്പാണ്. അപ്പോൾ ഉരുളുപൊട്ടിയെന്ന് ഉറപ്പായി. പക്ഷേ അവർക്ക് മാറാൻ പറ്റിയില്ല. അപ്പോൾ എവിടെയോ ഒരു സംഭവം അവിടെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കേരളത്തിൽ കാലാവസ്ഥയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനതയായിട്ട് കേരളം മാറി എന്നുള്ളത്, അതിനെ മറികടക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ള തലത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ പറയുന്നത്. കാരണം കഴിഞ്ഞ 1.5 വർഷമായി നമ്മുടെ മാധ്യമത്തിൻ്റെ, ദൃശ്യമാധ്യമങ്ങളും അതുപോലെ പ്രിൻ്റ് മീഡിയാസിൻ്റെ ഭൂരിഭാഗം സ്ഥലവും അപഹരിക്കുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായുള്ള മേൻ ആനിമൽ കോൺഫ്ലിക്റ്റും അതുപോലെയുള്ള മണ്ണിടിച്ചിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങളുമാണ്. അപ്പോൾ ഇതിനകത്തൊരു മാറ്റം അനിവാര്യമല്ലേ? നമ്മളിപ്പോൾ ഇന്ന് ഈ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെയുള്ള രക്ഷപ്പെട്ടു വന്നിരിക്കുന്നവർക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റും? അതിനുള്ള പുനരധിവാസം എങ്ങനെ? നാളെ ഇത് സംഭവിച്ചാൽ സംഭവിച്ചാൽ നാളെ ഇടുക്കി സംഭവിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ തലത്തിലേക്ക്, ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള തരത്തിലേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇത് സംഭവിക്കുമെന്ന് ഉറപ്പാണ്, പക്ഷേ നമ്മുടെ ഭൂവിനിയോഗത്തിൻ്റെയൊക്കെ അപാകതകളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിനെ മറികടക്കാൻ എന്ത് ചെയ്യും? അപ്പോൾ അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഒരുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനകത്ത് വളരെ ഗുരുതരമായ ഒരു സാധനമാണ്. ഇപ്പം പരിസ്ഥിതി വകുപ്പ് എന്നൊക്കെ പറയുന്ന, കാലാവസ്ഥാ വകുപ്പ് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പാണ്. അതിൽ ഒരു ശാഖ മാത്രമാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടില്ലേ? കാരണം നമ്മൾ രണ്ട് പ്രളയത്തിന് ശേഷം വന്നിരിക്കുന്ന ദുരന്തങ്ങൾ, പ്രളയത്തിൻ്റെ ദുരന്തങ്ങൾ, അതിനുശേഷം വരും ദുരന്തങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമായിട്ടില്ലേ എന്നുള്ളതാണ്. കാരണം ഇപ്പം നടന്നിരിക്കുന്ന ഈ ദുരന്തങ്ങളിൽ പെട്ടവർക്ക് പുനരധിവാസം തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. ഇവരെ എവിടെ പുനരധിവസിക്കും? ഈ സ്കൂളിലെ 502 പിള്ളേരുണ്ട്, അവരെ എവിടെ കൊണ്ടിരുത്തി പഠിപ്പിക്കും? കാരണം നല്ല നിലയിൽ പോകുന്ന സ്കൂളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ മുന്നിൽ കാണാനും, അല്ലെങ്കിൽ അത് ഏത് സമയത്ത് സംഭവിക്കാം, അപ്പോൾ അതിനെ തടയാനും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പ്രൊഫഷണലായി മാറേണ്ടതല്ലേ എന്നുള്ള ഒരു കാര്യം ഇവിടെ പ്രധാനമാണ്. ബിജു ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെള്ളക്കെട്ട്, ഈ പറയുന്ന ഉരുൾപൊട്ടൽ ചെറിയ തോതിലെങ്കിലും, അല്ലെങ്കിൽ മഴ ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ, മരം മറിഞ്ഞു വീണുള്ള അപകടങ്ങൾ, വീടിടിഞ്ഞു പോകുന്നിടം, കിണറിടിഞ്ഞു പോകുന്നിടം, എന്നിങ്ങനെ ഒരു ദിവസം മഴക്കാലം തുടങ്ങിയാൽ വായിക്കുന്ന വാർത്തകൾ അനവധിയാണ്. ഇതിപ്പോൾ ഈ സമയത്ത് തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ പലതവണ ഉരുൾപൊട്ടി, വിലങ്ങാട് 4 ഉരുൾപൊട്ടി. ഇതൊന്നും നമ്മൾ
പരമാവധി കാണുന്നില്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങളിലേക്ക് പോലും മഴക്കാലത്ത് വാർത്തകൾ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ സമാനതകളില്ലാത്ത ദുരന്തവും ദുരിതവും വയനാടിനെ തേടിയെത്തിയത് കൊണ്ട് അതിലേക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പലയിടത്തും ഇതിന് സമാനമായ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഒരു വിശേഷണത്തിലേക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന, കൂടുതൽ കാര്യങ്ങളിൽ പഠനം വേണ്ടുന്ന, കൂടുതൽ കാര്യങ്ങളിൽ പ്രതിരോധം വേണ്ടുന്ന ഒരു ഭൂമികയായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ്.